അങ്ങനെ ബസ് ഇറങ്ങി ഞാൻ 6th ഫ്ലോറിൽ വന്ന് ആദ്യത്തെ ആൾക്കായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ താഴോട്ട് നോക്കിയപ്പോൾ കുറേ കാഴ്ചകൾ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കോൾ വന്നു. ഞാൻ വന്നു, നീ വേഗം വാ എന്ന്. അതാണ്ട് ഈ വരുന്ന വ്യക്തിനെയാണ് ഫസ്റ്റ് ഞാൻ കാണുന്നത്. വരുന്നവരൊക്കെ കണ്ടോ? ഞാനും അനിയത്തി ചേച്ചിയായിട്ട് ഇവിടെ വന്നുള്ളൊരു ബന്ധമല്ല, ഞങ്ങൾ നാട്ടിൽ വെച്ചിട്ടേ ഉള്ള നല്ല ഒരു ബന്ധമാണ്. ചേച്ചി അനിയത്തി ബോണ്ടാണ്. മീൻസ് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ചേച്ചിയുടെ വീട്. അങ്ങനെ വന്നിട്ട് നമ്മൾ ഒരുപാട് നാളിന് ശേഷം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഞാനും പുള്ളിക്കാരി നേരെ പോയത് ആ മാർക്കറ്റ് ഫുള്ള് നിറങ്ങാൻ വേണ്ടിയിട്ടാണ്. ചേച്ചിക്ക് കുറേ ഡ്രസ്സൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ഇറങ്ങി നടന്നു. അനിയത്തി ചേച്ചി എടുത്തു, അനിയത്തി ചേച്ചി ലീവിന് പോകുന്നതിന് ഒന്നും കൂടെ ഇങ്ങോട്ട് വരണം, എൻ്റെ മക്കൾക്ക് വേണ്ടി മേടിക്കാനാണെന്ന് പറഞ്ഞു ലീവിന് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ വന്ന് കയറാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അനിയത്തി ചേച്ചിക്ക് ജാക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ജാക്കറ്റ് നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് ഞങ്ങൾ. ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിപ്പിൻ്റെ കാര്യം. ഞാനും അനിയത്തി ചേച്ചിയും ഞങ്ങളെല്ലാവരും കൂടെ ഹെർമോൺ പോവുകയാണ്. അപ്പോൾ ഹെർമോൺ പോകുന്നതിന് ഞാൻ ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്, അതായിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, ചേച്ചിക്ക് ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ചേച്ചി ഞാനിവിടെ കറങ്ങുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഇവിടുത്തെ ഡ്രസ്സൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പ്രത്യേകിച്ച് എനിക്ക് വിരിച്ച് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഇത് കാണുന്ന ഇവിടെ ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ അത് മനസ്സിലാവുമായിരിക്കും. എനിക്കങ്ങനെ വിവരിച്ച് പറഞ്ഞു തരാനായിട്ട് അറിയില്ല. ഇവിടെ നമ്മൾ ആ തഹാര എന്ന് പറഞ്ഞ മാർക്കറ്റിനുള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ നമ്മൾ കപ്പ തിന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് കപ്പ കിട്ടുന്ന സ്ഥലത്തേക്കാണ് കപ്പ മേടിക്കാൻ വേണ്ടിയിട്ട്. കപ്പ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ. ചൂരക്കറി എൻ്റെ ഫേവറേറ്റ് ആണ്. സത്യം പറഞ്ഞു ഞാൻ ഒരു 4 മാസത്തോളമായി കപ്പ കഴിച്ചിട്ട് എങ്ങനെയും തപ്പിപ്പിടിച്ച് കപ്പ കണ്ടുപിടിച്ചിട്ടുണ്ട്. കപ്പ മേടിക്കാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടൊരു പണിപ്പുര നടത്തണം ഞായറാഴ്ച. എല്ലാവരും കപ്പ എങ്ങനെ കിട്ടും കേട്ടോ. ഇതിൻ്റെയൊക്കെ കപ്പ എന്ന് പറയൂ. ഇതിനാണ് നമ്മൾ കപ്പ എന്ന് പറയുന്നത്. ടെല്ലവിൽ എത്തപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ ഒന്ന് കാണണമെന്ന്. ഉഷ എന്നാണ് പുള്ളിക്കാരുടെ പേര്. എനിക്ക് ബ്ലെസ്സി മേഡത്തിൻ്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണ് പുള്ളിക്കാരി. അങ്ങ് നാട്ടിൽ നിന്നേ കിട്ടിയതാണ്. മുമ്പ് എത്തിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ചേച്ചി ആകെ ഒറ്റപ്പെട്ട് കിടക്കുവാണ്. അപ്പോൾ ചേച്ചി കാണുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം അടുത്ത പാർട്ടിൽ. അപ്പോൾ ഓക്കേ.